കാരണം എന്ന് വെച്ചാല് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഞാൻ കണ്ടതാണ്. ഈ പാർലമെന്റിൽ മത്സരിച്ചിട്ട് ഇത് കൃത്യമാണ്. BJP അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവതരമായിട്ട് കാര്യം ഏറ്റെടുക്കണം. ആ സ്ഥാനാർത്ഥി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്ന് കൂടെ എനിക്കറിയില്ല, പരിശോധിക്കണം ഇനി മത്സര രംഗത്ത് നിൽക്കാൻ. കാരണം എന്ന് വെച്ചാൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇപ്പം മാത്രമല്ല, പരസ്യമായി പണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായി തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. ഒരു മിനിറ്റ് വൈകാതെ ഇലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യണം. ഇത് പൊതുമാത്രമല്ല, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തേക്ക് പറഞ്ഞു ടെലിവിഷൻ ആടൊന്നും പാടില്ല, ഓൺലൈൻ ആടൊന്നും പാടില്ല. ഇന്ന് LDF-ന്റെയും BJP-യുടെയും രണ്ടുപേരുടെ ആടുണ്ട്. ഞങ്ങൾ ആട് പാടില്ലാതുകൊണ്ട് കോൺഗ്രസ് UDF നിർത്തിവെച്ചു. അവർക്ക് ആട് നടത്താം. ഞാൻ പറഞ്ഞ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ പിന്നെ വോട്ടർ പട്ടിക കണ്ണൂർ ജില്ലയിൽ വ്യാജ വോട്ടർമാർ എനിക്ക് നോട്ടീസ് അയക്കുന്നു പറഞ്ഞു. നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആ നോട്ടീസിന് ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നു. കൃത്യമായിട്ടും എനിക്ക് ഇപ്പോഴും വിവരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും കീമേനിയിൽ നിന്നും അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇപ്പോഴും റിപ്പോർട്ട് കൊണ്ടിരിക്കുകയാണ്. വ്യാജ ID കാർഡ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിലും. അല്ല, തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ പഴക്കൊഴുപ്പ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രകടനത്തിൽ കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും. ഇത് വളരെ പക്ഷെ കൈയോടെ പൊളിക്കാൻ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സ്ഥലത്തും വിജിലന്റ് ആവണം. ഇന്ന് ഇങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. എന്താണ് പറയുന്നത്? അല്ല, ഇപ്പൊ പഴയ പോലെയല്ല. CPM നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് സംവിധാനം, നമുക്ക് അറിവ് കിട്ടും, ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. അത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം, നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ ഉന്നയിച്ചതാണ്. ഇത് കൃത്യമായിട്ട് കണ്ണൂരിലെ അറിയുന്ന ഇലക്ഷൻ നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഇപ്പൊ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ നീതിപൂർവ്വം അല്ല, ഞാനിപ്പം പറഞ്ഞിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ആക്ഷനാണ്. Let us see what they are going to do.